ജനങ്ങളെല്ലാം ഒന്നായി ഒറ്റക്കെട്ടായി രക്ഷാപ്രവർത്തനം നടത്തുകയും അത് രാജ്യമാകെ സ്വീകരിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനമായി മാറുകയും ചെയ്തിരുന്നു. പ്രധാനമന്ത്രി സംഭവസ്ഥലം സന്ദർശിച്ച് ആശ്വാസം നൽകും, സഹായം നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. 3 മാസമായി ഒരു സഹായവും നൽകുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധിയായ കെ വി തോമസിനോട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ല എന്ന പ്രസ്താവനയാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ പുനരധിവാസ പ്രവർത്തനത്തിന് അന്താരാഷ്ട്ര, ദേശീയ, ബഹുരാഷ്ട്ര സ്ഥാപനങ്ങളിൽ നിന്നും ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും സഹായം ലഭിക്കാൻ അത് നല്ല രീതിയിൽ സ്വാധീനം ചെലുത്തുമായിരുന്നു. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം ദുരന്തബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളുക എന്നത് ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും അടിയന്തരമായി സഹായം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾക്കും ഒരു തരത്തിലുള്ള പ്രതികരണവും ഉണ്ടായിട്ടില്ല. കേരളത്തിൻ്റെ ഇത്രയൊന്നും ദുരന്തങ്ങളില്ലാത്ത സംസ്ഥാനങ്ങൾക്ക് ഇതിനകം തന്നെ സഹായം നൽകാൻ BJP ഗവൺമെൻറ് തയ്യാറായിട്ടുള്ളതാണ്. നേരത്തെ പ്രളയ ദുരന്ത പശ്ചാത്തലത്തിൽ പല രാജ്യങ്ങളും ദുരിത ആശ്വാസമായിട്ട് ഫണ്ട് സഹായം നൽകാം എന്ന് വാഗ്ദാനം ചെയ്തപ്പോൾ അതിനുവേണ്ടി മന്ത്രിമാരെ വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കാൻ തീരുമാനിച്ചപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എടുത്ത നിലപാട് നിഷേധാത്മകമായിരുന്നു എന്നെല്ലാവർക്കും അറിയാം. യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ പൊതു താൽപ്പര്യത്തോടൊപ്പം കേന്ദ്ര സർക്കാർ നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല, നേരെ വിപരീതമായ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് ഗൗരവത്തോടുകൂടി കാണേണ്ടുന്ന കാര്യമാണ്. ഇത്തരം കേന്ദ്ര നിലപാടുകൾക്കെതിരായിട്ടുള്ള ശക്തിയായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ കാണുന്നത്. പ്രളയകാലത്ത് സാലറി ചാലഞ്ചിനെ പോലും എതിർത്ത UDF ഇക്കാര്യത്തിലും കേരളത്തിൻ്റെ പൊതു താൽപ്പര്യത്തിനൊപ്പമല്ല എന്ന് നമുക്ക് കാണാനാവും. അതായത് ഇടതുപക്ഷത്തെ തകർക്കാൻ BJPയും UDFും ഒന്നിച്ചു നിൽക്കുന്ന നിലയാണ് ഉണ്ടാവുന്നത് എന്നാണ് നമ്മൾ അനുഭവത്തിൽ മനസ്സിലാക്കുന്നത്. കള്ളപ്പണം പിരിച്ചെടുത്ത് ജനങ്ങൾക്ക് നൽകുമെന്ന പ്രഖ്യാപനത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ BJP ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ കള്ളപ്പണത്തിൽ കുളിച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ് BJPക്കുള്ളത് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. കൊടകര കേസിൽ 28 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും കേസ് ഫലപ്രദമായി
കേരള പോലീസ് കൈകാര്യം ചെയ്യുകയുണ്ടായി. എന്നാൽ അവർക്ക് ഇടപെടാൻ സാധിക്കാത്ത കള്ളപ്പണവുമായിട്ട് ബന്ധപ്പെട്ട കുഴൽപ്പണവുമായിട്ട് ബന്ധപ്പെട്ട കേസ് കേന്ദ്ര ഏജൻസികൾക്ക് അയച്ചിട്ട് ഒരു നിലപാടും സ്വീകരിക്കാൻ അവർക്കായിട്ടില്ല. ഹൈക്കോടതിക്ക് നൽകിയ ഉറപ്പും ഇഡിയും ഐടിയും പാലിക്കുന്നതിനു വേണ്ടി കൂട്ടാക്കിയില്ല. ഇതിനെതിരായ ശക്തിയായ നിലപാട് സ്വീകരിക്കാൻ UDF തയ്യാറാവുന്നും ഇല്ല.